Along with that, she also wrote the official song for the Malayalam mission. Appu, let's have a round of applause for that as well. Appu, how many hours a day do you usually spend at home? Well, if you don't count sleeping, I'd say about 2 to 3 hours. And how much time do you spend at school? From the morning assembly to the evening dispersal, roughly 7 hours. Well, that means we spend much more time at school than we do at home. And usually our parents don't even know what we're doing at school. How about we hear more about this from a teacher? Today, Dr. Billu will share with us some valuable transition tales of students from home to school. ഒരു വലിയ കൈയടി കൊടുത്ത് നമുക്ക് ഡോക്ടർ ബിലുവിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. Now over to the moderator for the session, Govind Vidya. നമ്മൾ മലയാളത്തിലെ നിർത്തി വധിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ഞാൻ നമ്മുടെ എല്ലാവരുടെയും സമയം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് വേഗം തന്നെ മൈക്കെടുക്കാൻ ഇറങ്ങിയത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. മലയാളം മിഷന്റെ ഇവിടുത്തെ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ പലയിടങ്ങളിലേക്കും ട്രാവൽ ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സൗത്ത് ഭാഗത്തേക്ക് താമസിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റി അടുക്കാനാണെങ്കിലും മലയാളം മിഷൻ സെൻട്രലിലൊക്കെ ഇവിടെ പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ മലയാളം മിഷന്റെ ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് മലയാളം മിഷൻ എന്റെ ആദ്യത്തെ ഒരു നോട്ടം എന്ന് പറയുമ്പോൾ ഹ്യൂജ് കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ അതിലേക്കാണ് നോട്ടം വന്നത്. എന്തുകൊണ്ട് നമുക്കിവിടെ മലയാളം മിഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ഒരു അക്കാഡമിക് ഓർ ഒഫീഷ്യൽ ശ്രമങ്ങളൊന്നും തന്നെ പുറത്തു നിന്ന് അധികം നടക്കാതെ തന്നെ ഇപ്പോൾ കഥാനായകൻ എന്ന് പറയുന്ന ഈ ഒറ്റ പരിപാടിയിലൂടെ തന്നെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലായത്. എങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഇവിടെ തുടങ്ങുക, അതിന് ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ്, ഒരു നല്ല വിഷൻ ഉണ്ടായിരിക്കുക, അത് പ്രൊമോട്ട് ചെയ്യാനും അതിനുള്ളൊരു സമയം കണ്ടെത്താനും നമ്മുടെ മലയാളി സമൂഹം തയ്യാറാവുക എന്നതിന് ഒരു വലിയ സല്യൂട്ട്, ഒരു വലിയ സലാം നൽകുകയാണ്. ആ കഥാനേരം ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഭാരവാഹികളിൽ ആരാണെന്ന് തോന്നുന്നു TH എന്നുള്ള ആ ഒരു സ്പെല്ലിങ്ങിനെ വെച്ചിട്ടാണ് കഥ DH എന്നുള്ള രീതിയിൽ ഇറ്റ് ഇസ് TH. അപ്പോൾ അതിങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ ആലോചിച്ചു, ഒരു കഥ സൊല്ലത്തുമാ എന്ന് നമ്മൾ തമിഴിലെ എനിക്കൊരു സിനിമയിലൂടെ വളരെ കാര്യം. ഇപ്പൊ തമിഴിൽ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല. തമിഴിൽ നമ്മളുടെ വർഗാക്ഷരം എന്നൊക്കെ പഴയ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചു കാണും. എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരമാവധി നമ്മൾ ഒരേ ഒരു ലഗ്നത്തിന് പറയുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു ഭാഷയാണ് തമിഴ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. Let me say sorry to the non-Malayali friends if somebody sits here. മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവർക്കും നമുക്കത് കംഫർട്ടബിൾ ആണല്ലോ, മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു കഥ സൊല്ലത്തുമാ എന്നുള്ള ഒരു പറച്ചിൽ ഒരു വലിയൊരു ആശയം ആ സിനിമയ്ക്കകത്ത് മാത്രമല്ല ആ ഒരു തമിഴ് പറച്ചിലിനകത്തുണ്ട്. കഥ ഏതുമാവാം, അഥവാ ഏറ്റവും വലിയ സത്യങ്ങളും ഏറ്റവും ഗൗരവപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചിലപ്പോൾ ഒരു കഥയ്ക്കകത്തുണ്ടാവുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യ കഥകൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ഓരോ മനുഷ്യരെയും കഥ തന്നെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഓരോ ഇതിഹാസങ്ങളായിട്ട് മാറും. അപ്പൊ കഥ ഒരു ചെറിയ കാര്യമില്ല. മലയാളത്തിൽ നമ്മൾ പറയും ഒരു കഥയില്ലാത്ത ആളാണ്, ഒരു കഥയില്ലാത്ത വർത്താനം നീ പറയുന്നത്. എന്തൊരു കഥയില്ലായ്മയാണിത്. എന്റെ കേരളോർമ്മക്കാലത്ത് കേരളോർമ്മയിലാണ് ഞാൻ പഠിച്ചത്. നമ്മുടെ പാർവതിയുടെ അല്ലേ അച്ഛൻ അമ്മ അവിടെയാണ് പഠിച്ചതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ കേരളോർമ്മയിൽ പഠിക്കുന്ന കാലത്ത് ആ സമയത്ത് മരിച്ചുപോയ അകാലത്തിൽ വേർപെട്ടുപോയ EP സുഷമ എന്ന് പറയുന്ന ഒരു ചെറുകഥാകൃത്തിനെയാണ് ഈ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. സുഷമ ചേച്ചിയുടെ തൃശ്ശൂർക്കാരി തന്നെയാണ്. സുഷമ ചേച്ചിയുടെ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിന്റെ പേര് എൻ്റെ കഥയിലായ്മകൾ എന്നായിരുന്നു. അപ്പൊ കഥ ഒരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകളും ആവാം. അതിനൊരു കഥയുടെ സ്വഭാവം വരുത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സബ്ജക്ട് എന്നുള്ളതാണ്. ഇവിടെ എന്നോട് പറഞ്ഞതും ഇപ്പൊ നമ്മളിവിടെ കേട്ടതുമായിട്ടുള്ള സബ്ജക്റ്റ് അത്ര ചെറിയ ഒരു സാധനമല്ല. ആ കഥയ്ക്കകത്ത് ഒരുപാട് ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്.
പ്രത്യേകിച്ച് ഞാനൊരു വലിയ സന്തോഷവും നന്ദിയും ഞാൻ നേരിട്ട് പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഗ്രീഷ്മയുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും ഒപ്പം തന്നെ അമ്മ എന്നുള്ള രീതിയിലും ഒക്കെ പല രീതിയിലും നമുക്കതൊക്കെ അറിയാം, നമ്മൾ എന്തൊക്കെ കേട്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒരു സെൽഫ് ക്രിറ്റിസിസമായിട്ടാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ മാറ്റി കുറിച്ചുകൊണ്ട് ഏറ്റവും പുതിയതായിട്ടുള്ള ചില ഇൻസൈറ്റുകൾ എനിക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഗ്രീഷ്മ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രീഷ്മ അതിലൊരു ഫാമിലി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. വി ഷുഡ് ഒബ്റ്റെയിൻ ദാറ്റ് ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഒരു ഇതിലാണ് ഞാൻ കേട്ടത്. എൻ്റെ ഉള്ളിൽ ഒരു വളരെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ വാചകം. കാരണം ഇപ്പോഴത്തെ പൊതുവെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എല്ലാ പാരന്റിങ് ഓർ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകളിലായാലും ഒക്കെ നമ്മൾ കേൾക്കുന്നത് വി ഷുഡ് ബി ലൈക്ക് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല സൗഹൃദത്തിലായിരിക്കണം. ഞങ്ങൾ ടീച്ചർമാർ ചെറിയ തെറിയൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും കേരളത്തിൽ എഴുതുന്നത്. എന്നോട് സുജയോട് നേരത്തെ ഒരു താങ്ക്സ് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതൊക്കെ സുജയാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളവും കർണാടകവും എസ്പെഷ്യലി ബാംഗ്ലൂർ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പൊ ഇറ്റ് ഈസ് ഹൈലൈറ്റഡ്, എവറി മലയാളം മീഡിയ കാണുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ മലയാള സിനിമകൾ കുറെ കാണുന്ന സമയത്ത് ബാംഗ്ലൂർക്ക് പോകുന്നത് ഇതിനാണല്ലേ എന്നുള്ള മറ്റുള്ള പറച്ചിൽ, അതായത് സൗഹൃദത്തിന്റെയും വീട് നേരത്തെ പറഞ്ഞതുപോലെ വീടിന്റെ ആ ഒരു വലിയ പ്രഷറിൽ നിന്നൊക്കെ മാറിയിട്ട് ഡോണ്ടു എന്നുള്ളതിൽ നിന്നൊക്കെ മാറി വളരെ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുമ്പ് തന്നെ പല സിനിമകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പാരന്റിങ്ങിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചും ഇപ്പോൾ ഉള്ളത് അതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തുറന്നു പറയുകയാണെങ്കിൽ ഞാനൊരു +2 പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 5ാം ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ തെളിയിക്കുന്നത് ഇന്ത്യയിലെ 13% കുട്ടികളെങ്കിലും 20 വയസ്സിൽ വരെയുള്ള കാലയളവിനിടയിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷനിലേക്ക് കൂടി എൻ്റെ മനസ്സ് ചെന്നെത്തുകയുണ്ടായി. അതായത് വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആ റോളുകളുടെ ഒരു തകിടം മറിച്ച് ഒരു റിവേഴ്സ് ഓർഡർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ റിവേഴ്സ് ഓർഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ആയിട്ട് ഞങ്ങൾക്ക് പല അധ്യാപകർക്കും തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന സൈബർ മീഡിയ ഒരു വലിയ വ്യാപനവുമാണ്. ഈ സൈബർ മീഡിയയുടെ ഒരു ബേസിക് ലിറ്ററസിയോ അല്ലെങ്കിൽ നേരത്തെ just to ask anybody who could not get Malayalam, please raise your hand and we will try to give the gist of what she was trying to convey, or she herself will do that. Yeah, we have moderator here. Okay, thank you. I'm telling about a connection between these 2 points. അതായത് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. എന്നാൽ പാരൻസിന് ഇത് സംബന്ധിച്ചിട്ടുള്ള കുറേ പേരൻസിന് ഒരു ബേസിക് ലിറ്ററസി പോലും കേരളത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. കുറേ അധികം പേർക്ക് ഒരു ബേസിക് ഇപ്പോൾ വാട്സപ്പ് ഒക്കെ തുറക്കുക, ഇതൊന്ന് തുറന്നു തന്നെ മോനെ എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് കുറച്ചെങ്കിലൊക്കെ വളർന്നിട്ടുണ്ട് ആഫ്റ്റർ കോവിഡ് ടൈം എസ്പെഷ്യലി. കാരണം ഈ സാധനം നമ്മുടെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് മാറി, എസെൻഷ്യൽ സാധനമായിട്ട് മാറിയ ആ കാലമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. കാരണം അന്നത്തെ ആ കുട്ടികളാണ് ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന +2 തലത്തിലേക്കും ഒപ്പം തന്നെ ഒരു ഏർലി കോളേജ് ലൈഫിലേക്കും എത്തിപ്പെട്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടിയ കുട്ടികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 20 വർഷത്തോളമുള്ള എൻ്റെ അധ്യാപന പരിചയത്തിൽ നിന്ന് പറയാൻ സാധിക്കും. ടോട്ടലി ഡിഫറെൻറ്റ്, ചേഞ്ച്ഡ് ഇൻ എ നെഗറ്റീവ് സെൻസ്. നമ്മൾ അന്ന് പറയാൻ പേടിയായിരുന്നു. കാരണം നിങ്ങൾ
പാടില്ല, നമ്മളവിടെ കൈ ചൂണ്ടി, നമ്മളവിടെ ഡോണ്ട് ബി എ ക്രിട്ടിക്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയാ വീട്ടിലും ഇത് തന്നെയായിരുന്നു. അതുവരെ മക്കളെ മൊബൈൽ ഫോൺ തുടരുത് അല്ലെങ്കിൽ ഇത്ര സമയം മതി എന്ന് പറഞ്ഞിരുന്ന കുട്ടികളുടെ പിന്നാലെ തന്നെ പറഞ്ഞ് നമുക്ക് പറയേണ്ടി വന്നു, ഇത് ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി, തുറന്നു വെക്ക് തുറന്നു വെക്ക് തുറന്നു വെക്കുന്നു. തുറന്നു വെച്ചിട്ടുണ്ടാവാം, പക്ഷെ തുറന്ന ലോകങ്ങളിലേക്ക് പോയത് നമ്മൾ കണ്ടിട്ടില്ല. അതിലൂടെ തുറന്നത് ഏതൊക്കെ ലോകങ്ങളാണ്, എത്രയോ വലിയ വലിയ ലോകങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട്. അത് നല്ലതുമാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന ഒരു വലിയ ഷിഫ്റ്റ്, അതായത് കുട്ടികളും അച്ഛനമ്മമാരും തമ്മിൽ ആ ഒരു റോൾ ചേഞ്ചിങ് അവിടെ നടക്കുന്നുണ്ട്. അത് കുട്ടികളെ കുറ്റമായിട്ട് കാര്യമില്ല, അവർക്കായിട്ട് ഒരു വഴി തുറന്നു കൊടുക്കും. അധ്യാപകരായ ഞങ്ങളും ഇപ്പോൾ അതിനെ ആത്മവിമർശനത്തോടു കൂടിയാണ് കാണുന്നത്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും കുട്ടികളിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിലുള്ള ഈ ഒരു ഡിജിറ്റൽ അപ്ഗ്രഡേഷന്റെ സാധ്യതകളൊക്കെ ഗവൺമെന്റ് തന്നിരുന്നുവെങ്കിലും ജെൻ എക്സിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, അല്ലെ? ടു ഡിഫിക്കൽട്ട്. നമുക്ക് വേറൊരു തലത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാൻ വ്യക്തിപരമായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ ജനിക്കുകയും അതിലേക്ക് കൂടുതൽ അടുക്കാൻ അവസരം കിട്ടുകയും ചെയ്ത നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമായിരുന്നു, അവരുടെ ഭാഗമായിട്ട് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിനെ മുതലെടുക്കുക എന്നുള്ള വാക്ക് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. രണ്ടുപേർക്കും ഇടയിൽ രൂപപ്പെട്ട ഈ ഒരു അകൽച്ച സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ പിയർ ഗ്രൂപ്പിൽ, മലയാളത്തിൽ നമ്മൾ സമൂഹം എന്നൊക്കെ പറയും, പിയർ ഗ്രൂപ്പ് ഫോർമേഷൻ, സ്കൂളിൽ നടക്കുന്ന ആ ഒരു പിയർ ഗ്രൂപ്പ് ഫോർമേഷന്റെ സമയത്ത് എസ്പെഷ്യലി ആഫ്റ്റർ ദിസ് കോവിഡ് സിറ്റുവേഷൻ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ചില ഗ്രൂപ്പിങ്ങുകളിലേക്കാണ് വഴിതെളിച്ചത്. കൊച്ചുമക്കളെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം കേരളത്തിലും ബാംഗ്ലൂരിലുമുള്ള കുട്ടികളെ സംബന്ധിച്ച്. കാരണം അവർ കുറച്ചുകൂടി ഇവിടുത്തെ കുട്ടികൾ എത്തിയതിൻ്റെ ആ ഒരു തലത്തിലേക്ക് കുറെ കൂടി കഴിഞ്ഞാണ് കേരളത്തിലെ കുട്ടികൾ എത്തുന്നത്. ഇവിടെ അവർക്കുള്ള എക്സ്പോഷർ കുറച്ചുകൂടി കൂടുതലായിരിക്കാം. ഞാൻ കുറച്ചുകൂടി ബേസ് ചെയ്യുന്നത് നമ്മുടെ ഒരു കേരളത്തിൽ ഞാൻ കടന്നു വരുന്ന ഒരു ക്ലാസ് മുറിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നടന്ന ആ ഒരു മാറ്റം ഇന്നത്തെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങൾക്കും വലിയ മാറ്റം ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു ഫാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ലഹരികൾ, അത് പുകവലി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കേൾക്കുന്ന രാസ MDMA തുടങ്ങിയിട്ടുള്ള കെമിക്കൽ ലഹരികൾ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ സംഗതി. അതിൽ എഫ് കൃത്യമായിട്ട് ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞു വരും. അതായത് ഈ ആസക്തികൾ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട് തോന്നുന്ന അമിതമായ ഈ ഒരു അൺറെസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ആ ഒരു തലം വരെ ഉള്ള കാര്യങ്ങളെ ഒരു പഠനങ്ങൾക്കകത്ത് പൊതുവെ ഒന്ന് നോട്ടീസ് ചെയ്തത് ഇങ്ങനെയാണ്. ഒന്ന് കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഫാമിലി ഹിസ്റ്ററി. മറ്റൊന്ന് ആദ്യ ഉപയോഗത്തിന്റെ പ്രായം എന്നുള്ളത്, ഏജ് ഓഫ് ഫസ്റ്റ് യൂസ് ഈസ് highly related to this school going student. ആഗ്രഹം, ഒരു ക്രേവിംഗ് നമുക്ക് അതിനോട് എപ്പോഴാണ് തോന്നുന്നത്, അത് എങ്ങനെയാണ് നമുക്കത് തടുക്കാൻ പറ്റാത്ത രീതിയിൽ ചുറ്റുമുള്ള ആൾക്കാർ ചേർന്ന് നമ്മൾ അതിലേക്കൊന്ന് എത്തിക്കുകയാണ്. മറ്റൊന്ന് ടോളറൻസ്. കുറേ കാര്യങ്ങളോട് തെറ്റുശരികളോട് സ്വയം നമുക്ക് എടുക്കാവുന്ന ഒരു ടോളറൻസ് ഉണ്ട്, എനിക്കിത് വേണ്ട എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് പറ്റാതെയായിട്ട് മാറിപ്പോകുന്നു. മറ്റൊന്ന് സറൗണ്ടിങ്സ്. അതായത് എഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് നമ്മളായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്. സ്കൂളിൽ അതിൽ യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കൃത്യമായ ഇൻഫർമേഷൻസ്, അതുപോലെ PTA, മദർ PTA, മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ ഇടപെടലുകളിലൂടെ എൻ്റെ കുട്ടി സ്കൂളിൽ എങ്ങനെയാണ് എന്നതിൻ്റെ കൃത്യമായ ധാരണ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനിടയിൽ തന്നെ അധ്യാപകരെ വരയ്ക്കുന്ന ഒരു സംഗതിയാണ്. ബാക്കി 3 കാര്യങ്ങളും, ആ ഒരു ആദ്യ ഉപയോഗത്തിന്റെ പ്രായം, ആഗ്രഹം, ഒരു സഹനം അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറയാം, ഒരു ടോളറൻസിനെ, മറ്റൊന്ന് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടുകൾ, ചുറ്റുമുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 സ്കൂളിനകത്ത് ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ഇങ്ങനെ നടക്കുക. ഒരു കണ്ടിന്യൂറ്റി അതിനകത്തുണ്ട്, വളരെ ശക്തമായ ഒരു തുടർച്ച ഇതിനവിടെ ഉണ്ടാവുകയാണ്. നമ്മുടെ രാവിലെ തുടങ്ങി വൈകുന്നേരമൊക്കെ പറയാനുള്ള ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. കുട്ടി മോൾഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സ്പേഷ്യൽ ഒരു സംഗതി, ഒരു ഇടമായിട്ട് സ്ഥലമായിട്ട്
കുട്ടികൾ പലപ്പോഴും വരുന്നുണ്ട്. നമ്മൾ പറയും ആ ഒരു കൂട്ടുകെട്ടിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ ആ ഒരു സോഷ്യലൈസേഷനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ ഈ കൂട്ടുകെട്ടിന്റെ ഉള്ളിൽ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ഈ പറയുന്ന അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനും ഒരു പരിധിവരെ അവയുടെയൊക്കെ ചില എക്സ്പീരിയൻസുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് നമുക്കത് കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ചെന്ന് തേടിപ്പോകാൻ ഒക്കെയുള്ള ഒരു ആഗ്രഹം. അത് ഒരാൾക്ക് മാത്രം ഒരാൾ മതിയോ, ഒരൊറ്റ കുട്ടി അല്ലെങ്കിൽ ഒരു ഇടത്ത് നിന്ന് അത് ഉണ്ടാവുകയാണെങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു വലിയ വഴക്കണ്ണി പോലെയായിട്ട് മാറുന്ന ഒരനുഭവമാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ പ്ലസ് ടുവിലെ 2 വർഷങ്ങളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ പല കുട്ടികളിലും ഈ പറയുന്ന ഒരു മാറ്റം. അപ്പോൾ തന്നെ ചുറ്റുപാടുകൾ ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന മറ്റൊരുപാട് സാധ്യതകളുണ്ട്. ഈ ലഹരി മരുന്നുകളുടെയൊക്കെ പലപ്പോഴും ആദ്യത്തെ ഒരു കുട്ടി അതിൻ്റെ അടുത്ത് അറിയാതെ വിട്ടുപോയാൽ പിന്നെ അവരാണ് അത് ഡീലർമാരായിട്ട് മാറുന്നത്. പെൺകുട്ടികൾ പലപ്പോഴും ആരും സംശയിക്കപ്പെടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ പെൺകുട്ടികൾ പെട്ടെന്ന് ഇത് ചെയ്യുമോ എന്നുള്ള ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ അധികവും കാരിയേഴ്സായിട്ട് അവർ ഉപയോഗപ്പെടുന്ന ഒരു കാര്യം. ഇപ്പം തന്നെ ഇതിലേക്ക് കൃത്യമായിട്ട് അഡിക്റ്റഡായി കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലും അവരെ നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട്. അപ്പം ഇത് ലഹരിയെ ഒരൊറ്റ വിധത്തായിട്ട് മാത്രം ഞാനിവിടെ എടുത്തു പറയുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെൻസ് വെച്ചുകൊണ്ടാണ്. പക്ഷെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇത് തുറന്നതിന് പല രീതിയിലും നമ്മൾ
ആക്ച്വൽ റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാര്യം. സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ പെരുമാറ്റ രീതികൾ ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒരു ക്യാമറയിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഷൂട്ട് ചെയ്ത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര അതിശയം വരും. ചില പാരൻസ് കാരണം അയ്യോ എൻ്റെ മോൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ മോൾ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഈ രീതിയിലൊക്കെ ചെയ്യുമോ, അവരുടെ പെരുമാറ്റ രീതികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്. നേരത്തെ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ മൂവിയിൽ അടിച്ചിരുന്ന് നമ്മൾ എന്താ പറയുക, ഈ ഒരു ഇതിന് മലയാളത്തിലെ ഒരു എഴുത്തുകാരനായിട്ടാണ് തോന്നുന്നു, ഈ പണ്ട് നമ്മുടെ വെറ്റിലയിൽ 100 തേച്ചു അല്ലെ, പുതിയ വെറ്റിലയിൽ 100 തേച്ചിരിക്കുന്ന പുത്തനാണ്ടിന്റെ തലമുറകളെ എന്ന് പറയുന്ന ഒരു വരി. അങ്ങനെ പുതിയ വെറ്റിലയിൽ 100 തേച്ചിരുന്ന് നാഴികകളും മണിക്കൂറുകളും അറിയാതെ പോകുന്ന ആ മക്കളുടെ പക്ഷങ്ങൾ പുറത്ത് എങ്ങനെയായിരുന്നു. അവിടെ എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. സ്കൂളിലെ പിയർ ഗ്രൂപ്പുകൾ മാത്രമല്ല അവിടെ ആ രീതിയിൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആകുന്ന ഈ ഒരു പ്രായത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി നമ്മൾ അധ്യാപകരൊക്കെ തന്നെ അവരുടെ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പറയുന്നത് എൻ്റെ മനസ്സിൽ ഇത്തവണ ഇപ്പോൾ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ കുറച്ച് കുട്ടികളുടെ ശരിക്കുള്ള മുഖങ്ങൾ ഓർമ്മ വരുന്നു. കാരണം കൃത്യമായിട്ടുള്ള നമുക്ക് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് അറ്റൻഡൻസ് ഇല്ലാതെ കണ്ടോണേഷൻ അടച്ചെഴുതാൻ പറ്റുന്നതിൽ വളരെ കുറവായി പോയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കുട്ടികൾ. അപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ നേച്ചറാണ്. നല്ല ചോര കണ്ണുകൾ, ഏത് നേരവും ഡെസ്കിൽ ഇങ്ങനെ ചാരിയിരിക്കുക. എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എന്ന് പറയുന്ന ഒരു ഉത്തരത്തിന് പകരം നമ്മുടെ മെക്കിട്ട് കയറുന്ന ആ ഒരു രീതി. ആവശ്യത്തിനും അനാവശ്യത്തിനും അതുപോലെ ഒന്നുകിൽ മുഖത്തേക്ക് നോക്കാതിരിക്കുകയോ ഒരു ഐ കോൺടാക്ട് പൂർണ്ണമായി മാറ്റുകയോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്കാണ് നോക്കുന്നതെങ്കിലും വേറെ എവിടേക്കോ ആയി പോകുന്ന ഒരവസ്ഥയിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ണുകളിൽ നിന്നാണ് ആദ്യമായിട്ട് പലരും. ഇപ്പം ഞാനൊക്കെ നമ്മൾ മലയാളം ടീച്ചറാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ കുട്ടികൾ കുറെ കൂടി നമ്മളുടെ ക്ലാസ്സിൽ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തിരിച്ചു പോയ ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ പറയാറുണ്ട്, ഈ കൊല്ലമായിപ്പോഴെങ്കിൽ ഇന്ന കുട്ടിയുടെ എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് ഡിബേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പം എന്താണെന്ന് അറിയുന്നില്ല, മൊത്തത്തിലൊക്കെ എന്തോ ഒരു ഇതുപോലെ. അതുപോലെ എത്രയോ കുട്ടികളൊക്കെ എന്താ വാങ്ങിയിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് ശേഷമുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ചിലരിങ്ങനെ ഒന്നും അറിയില്ല, ഒരു പീരീഡ് ഏതാണ്ട് അവസാനിക്കാറാവുമ്പോഴാവും ചിലർ അവരുടെ ശ്രദ്ധ ഒരല്പം വിട്ടുപോകുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒട്ട് ചായ്ക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു നുണയിലിട്ട് ഒരു ഇത് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് നമുക്ക് തോന്നുമ്പോൾ കുട്ടി വന്നിട്ട് വരാം, അതിനകത്ത് വേറെ ചോദ്യമോ ഉത്തരമൊന്നുമില്ല, ശരി ടീച്ചർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കുട്ടി കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നോളാം. അപ്പൊ ഇത്തരത്തിലുള്ളൊരു മാറ്റം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സ്കൂളുകളാവട്ടെ അൺഎയ്ഡഡ് മേഖലയാവട്ടെ കുട്ടികളുടെ ഈ ഒരു പെരുമാറ്റ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അധ്യാപക സമൂഹം കാണുകയും അത് അതാത് സന്ദർഭങ്ങളിൽ PTA മീറ്റിങ്ങുകൾ തൊട്ടുള്ള നമ്മുടെ ലോക്കൽ ബോഡികളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഡയറക്ടറുകളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ ഒരു സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ, അധികവും ഇങ്ങോട്ട് പണിഷ്മെന്റുകൾ അതല്ലെങ്കിൽ ഇങ്ങോട്ട് ചില താക്കീതുകൾ, അപ്പോൾ പിന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയില്ല. ഇപ്പൊ 2 ദിവസം മുൻപ് കുട്ടികളുടെ അത് സ്കൂൾ ഫിനാൻസിൽ നമ്മൾക്ക് അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും ഫോൺ പാടില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ വരുന്ന അധ്യാപകർക്ക് എന്താണ് പേര് കിട്ടുന്നത്, സ്ക്വാഡ് വരുന്നതാ, സ്ക്വാഡ് വരുന്നു എന്നാണ് പറയാം. ചിലപ്പോൾ കുറുക്കന്മാരും പണ്ട് പോലീസുകാരെ വരുന്നതിന് നമ്മുടെ ഈ അധോലോക ആഗ്രഹിക്കുന്ന പേരാണ് കുറുക്കന്മാരെ വരുന്നത് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ടീച്ചേഴ്സിനാണ് പഴി കേൾക്കുന്നത്. 2 ദിവസം മുമ്പ് ഒരു ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ മറ്റാണ് തോന്നുന്നു, അതിന്റെ പേരടക്കമാണ് ഞാൻ പേപ്പറിൽ വായിച്ചത്. അദ്ദേഹം ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ എന്തായാലും ജഡ്ജി ആയിട്ട് കുറച്ച് നല്ല നടപ്പ് ആവുന്നില്ല, കൃത്യമായിട്ട് പറയട്ടെ എന്ന്. ഫോൺ പിടിച്ചെടുത്ത ഒരു പ്രധാന അധ്യാപകന് വെൽഡൺ നന്നായി എന്ന് പറഞ്ഞു തന്നെ പബ്ലിക്കായിട്ട് പുറകിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതൊരു ഹിന്റാണ്, എനിക്ക് തോന്നുന്നു നാളെ നമ്മൾ പറഞ്ഞതിനകത്ത് കിട്ടിയിരുന്ന ഒരു റെസ്പോൺസിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. 2 വാക്കുകളുടെ വ്യത്യാസത്തെ കുറിച്ച് കൂടി ഞാൻ ഇതിൽ നിന്ന് ചുരുക്കിക്കൊണ്ട് പറയാമെന്ന് വരുന്നു. അതൊന്ന് ശിക്ഷയും ശിക്ഷണവുമാണ്. ഈ 2 വാക്കുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളിവിടെ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് പറയാവുന്ന ഒരു ആശയമാണ്
ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ശിക്ഷ, ശിക്ഷണം. ഐ തിങ്ക് ഹിന്ദി ഓൾസോ ശിക്ഷൺ അല്ലേ? What is the meaning of ശിക്ഷൺ in Hindi? ശിക്ഷൺ, ടീച്ചിങ് or give some guidance അല്ലേ, ലീഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ച് വരുമ്പോൾ അത് കൺസിഡർ ടു ബി ശിക്ഷ, ശിക്ഷയാവണം എന്നുള്ളത്. ഇത് രണ്ടും രണ്ട് രീതിയാണ്. ഒരൊറ്റ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ വളരെയധികം ഒരു ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട് എങ്കിലും ശിക്ഷ എവിടെയാണോ, ശിക്ഷണം എവിടെയാണോ വ്യത്യാസപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്തത് അത് വീട്ടിലായാലും സ്കൂളിലായാലും വളരെ ഒരു ഹെൽപ്ലെസ്നെസ്സിലാണ് പാരൻസും ടീച്ചേഴ്സും നിൽക്കുന്നത്. ശിക്ഷ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ശിക്ഷണം കൂടി വേണ്ട എന്ന് വെച്ചു. കാരണം ശിക്ഷണത്തിൽ ഒരു ശിക്ഷയുണ്ട്. നമ്മൾ ആ വാക്കിനെ പേടിച്ചു. സത്യത്തിൽ ശിക്ഷണത്തിൽ പണിഷ്മെന്റ് ഉണ്ടോ? ഇല്ല. ഗൈഡൻസിൽ, ടീച്ചിങ്ങിൽ, ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നതിൽ ഒന്നും തന്നെ ശിക്ഷയുടെ എലമെന്റുകളില്ല. പിന്നെ ഗുരുവിന്റെ ശിക്ഷണത്തിൽ 10 വർഷം പഠിച്ച കുട്ടിയുടെ അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ 10 വർഷം ആ ഗുരു വീട്ടിലോ അല്ലെങ്കിൽ നൃത്തവിദ്യാലയത്തിലോ നിർത്തി ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയില്ല അല്ല. ഇന്ന് ഗുരുവിന്റെ കളരി അല്ലെങ്കിൽ ശിക്ഷണത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മുടെ ഭാഷയിൽ ഉണ്ടായിരുന്ന വാക്ക് തന്നെയാണ്. പക്ഷെ എവിടെയോ വെച്ചോ അധ്യാപകരായാലും വീട്ടിൽ പാരൻസ് ആയാലും ഈ പറയുന്ന ശിക്ഷയെയും ശിക്ഷണത്തെയും തമ്മിൽ കൃത്യമായി വേർതിരിച്ചറിയാതെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള വളർത്തു രീതികളിൽ നിന്ന് ഈ ശിക്ഷണത്തെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. ശിക്ഷണം എന്ന് പറയുന്നത് അതിനകത്ത് നേരത്തെ പറയുന്ന മോഡലിംഗ് അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ മാറി നിന്ന് അവരെ വീക്ഷിക്കുകയും ആവശ്യമായ സന്ദർഭങ്ങളിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു തലമുറ വരുന്നുണ്ട്. അല്ലാതെ ചൂരലെടുത്തുള്ള അടി മാത്രമായിട്ട് നമ്മൾ ഈ ശിക്ഷണം എന്നുള്ള വാക്കിനെ കാണുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും ശിക്ഷയിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എല്ലാ മീഡിയയിലും വന്നിരുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നല്ലോ. ആ ടീച്ചറുടെ പേര് കേട്ടപ്പോഴാണ് സത്യം പറയാലോ ഞാൻ വീട്ടിൽ നിന്ന് ചിരിച്ചുപോയി. ദയാബായി എന്നോ മറ്റോ പറയുന്ന ഒരു റിട്ടയർഡ് ടീച്ചറുടെ വാക്കുകളായിരുന്നു. ഒരു സ്കൂട്ടി ഓടിച്ചു പോകുന്ന ഒരു ട്രാഫിക് ഇതിൽ വെച്ചിട്ട് അതെ. അപ്പോ താമരശ്ശേരിയില് അവനെയൊക്കെ ഉണ്ടല്ലോ ചൂരല് കൊണ്ട് നല്ല ചൂരൽ പഠിപ്പിച്ച് ചന്തിക്കിട്ട് അടിക്കണം എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇത് ഒരു എന്താ പറയാ എക്സ്ട്രീം ഇതിലാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പോകണം. കേരളം ഇപ്പോ ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു ദ്വന്ദ്വം എന്ന് പറയുന്ന ഒരു നമ്മൾ പറയില്ല, രണ്ടൊരു ഡ്യുവൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ ഒരു ബൈനറിയിൽ നമ്മൾ കാണണം. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. എക്സ്ട്രീംസ്. പക്ഷെ അങ്ങനെ ആവേണ്ടി വന്നു. കാരണം അത്രമാത്രം ഷോക്കിംഗ് ആയിട്ടുള്ള 4 or 5 ഇൻസിഡന്റ് കഴിഞ്ഞപ്പോ ആൾക്കാർ ഇത് പരസ്യമായിട്ടാണ് പറഞ്ഞു തുടങ്ങി. അധ്യാപകരുടെ ഇടയിൽ ചൂരൽ കൊടുത്തു. പക്ഷെ നമ്മൾ അധ്യാപകർ അതിന് തയ്യാറല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു ശിക്ഷയല്ല. ശിക്ഷയാകുമ്പോഴേ ചൂരൽ ആവശ്യമുള്ളൂ. ശിക്ഷയാകുമ്പോഴേ തലകുനിച്ച് മണിക്കൂറോളം നിർത്തി